ബ്രഹ്മാണ്ടം ഉണ്ട്, എന്നാലും ആ ഗൂസ് ബംസ് മൂവ്മെന്റ് വരുന്നില്ല. கமலோட லாஸ்ட் ஒரு 2 செகண்ட் வந்து அப்படியே மிரள விட்டுருக்கு. ரொம்ப കിട്ടില്ല പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അതായത് എനിക്കറിയത്തില്ല, ഭയങ്കര ഇന്ത്യൻ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഇത്രയും എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കൊള്ളാം, നല്ല പടം, നന്നായിട്ടുണ്ട് നല്ല പടം. ഓ പിന്നെ സൂപ്പറായിട്ട് നല്ല സൂപ്പർ, நல்ல படம், சூப்பர் சினிமா. வேற எந்தோன்னு கொள்ளலாம், படம் கொள்ளலாம். படம் அருமை, ரொம்ப சூப்பராக இருக்குது. செகண்ட் ஆஃப் தான் வந்து ஆக்சுவலாக படம் ரொம்ப சூப்பராக இருக்குது. ஃபர்ஸ்ட் ஆஃப் கொஞ்சம் லேகாக இருக்குது, ஆனால் செகண்ட் ஆஃப் வந்தோடனே எக்ஸலண்ட்டாக இருக்குது. கமலோட லாஸ்ட் ஒரு 2 செகண்ட் வந்து அப்படியே மிரள விட்டுருக்கு. ஸோ செகண்ட் பார்ட் இன்றைக்கே பார்க்கணுன்னு தோணுது. ஸோ அவ்வளோ இன்ட்ரெஸ்டிங்காக இருக்குது படம். ஓகே, ஸோ സൂപ്പറാக இருக்குது. നല്ല പടമായിരുന്നു, വേറൊന്നും എനിക്ക് പറയാനില്ല. കൊള്ളാം, നല്ല പടമായിരുന്നു. ഇന്ത്യക്കാർക്കും പറ്റും പലതൊന്ന് കാണിച്ചു തന്നിരിക്കുന്നത്, അത്ര തന്നെ. കൊള്ളാം, നല്ല പടമായിരുന്നു. എടുത്തു പറയാൻ മേക്കിംഗ് ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ഹോളിവുഡ് ലെവലിലൊരു സാധനം. കൊള്ളായിരുന്നു, നല്ല പടം. നല്ല എപ്പിക്ക് രണ്ടാം ഭാഗമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാന്നുള്ളൂ. ഒരു ഇന്ത്യൻ സംഭവം. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. VFX ഒക്കെ നൈസായിരുന്നു, ലാസ്റ്റ് എപ്പിക്കായിരുന്നു. ഇനി കൊള്ളായിരുന്നു. നീ ഇഷ്ടപ്പെട്ടില്ല? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. മീൻസ് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ലാഗായിട്ട് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം. എനിക്കെന്തോ VFXും അത്യാവശ്യം നല്ല രീതിക്ക് VFXും കാര്യങ്ങളും കൊള്ളാം. എന്നാലും എന്തോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. കൊള്ളാം, നല്ല പടം. കൊള്ളാം, കിടിലം പടം. പടം നല്ല പടമായിരുന്നു, നല്ല അല്ലെങ്കിൽ പഞ്ചുള്ള പടമായിരുന്നു. നമ്മൾ വിചാരിച്ചവരല്ലായിരുന്നു. നിങ്ങൾ ലൈക്ക് ആദ്യം വിചാരിച്ച ഭയങ്കര ഹ്യൂമർ കോമഡിയൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. നല്ലതായിരുന്നു. നല്ല അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനം എന്ന് പറയാം. വിഷ്വൽസൊക്കെ അത്രയ്ക്ക് ക്വാളിറ്റിയാണ്. കുറേ കാര്യങ്ങൾ ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ്. അല്ല നെഗറ്റീവ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിലൊരു ചെറിയ ലാഗ് ഉണ്ട്, അത് എനിക്കും തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളി. വിഷ്വൽസ് വൈസ് ഇത്രയും ക്വാളിറ്റിയോടെ കുറേ കാലമായി ഒരു സിനിമ ഉണ്ട്. വിഷ്വൽ വൈസ് അടിപൊളി, നല്ല കിളോ, നല്ല വെൽമെയ്ഡായിട്ട് ഫുൾ ക്വാളിറ്റി അടിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പാസ്റ്റ് പ്രസൻറ്റ് കണക്ട് ചെയ്തൊരു ഫ്യൂച്ചർ അപ്പോക്കലിപ്റ്റിക് ആ ഒരു സെറ്റിങ്ങിൽ കംപ്ലീറ്റ് ഒന്ന് വെൽമെയ്ഡാക്കിയിട്ട് കുറച്ച് റെഫറൻസ് ഉണ്ടെങ്കിലും എല്ലാം കൂടെ കംപ്ലീറ്റ് സെറ്റായിട്ട് നല്ല സെറ്റ്. പ്രഭാസ് കിടില അഭിനയം, ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ നല്ല ആ ക്യാരക്ടർ നല്ല അടിപൊളിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗായിട്ട് തോന്നി, മറ്റേ കോമഡി ചളിയായി പോയ പോലെ തോന്നി. ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു. നല്ല പടം കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. സൂപ്പർ പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ. കൊള്ളാം, അടിപൊളി പടം. ബ്രഹ്മാണ്ടം ഉണ്ട്, എന്നാലും ആ ഗൂസ് ബംസ് മൂവ്മെന്റ് വരുന്നില്ല. പക്ഷെ പടം കൊള്ളാം, തിയേറ്റർ വാച്ചാണ്. നല്ലതായിരുന്നു. എന്താണ് അഭിപ്രായം? സെക്കൻഡ് ഹാഫ് വളരെ നല്ല അഭിനയം. ശോഭന മാം അടിപൊളിയായിട്ട് ചെയ്തു. ഫസ്റ്റ് ഹാഫിലൊരു ലാഗ് ഫീൽ ചെയ്തു. കൊള്ളാം. VFX എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പടം സ്റ്റോറിയിൽ അവസാനമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ അടിപൊളിയായിരുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊള്ളാം. ഈ വിഷ്വലിൻ്റെ ഇത് മാത്രമേ പറയുള്ളൂ. കഥ അടിപൊളിയാണ്, എടുത്ത് പറയാൻ പറ്റിയൊരു കഥയുണ്ട്. അവസാനം എങ്ങനെ മഹാഭാരതം പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ചേട്ടാ രോമാഞ്ചം കിട്ടില്ല പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അതായത് എനിക്കറിയത്തില്ല, ഭയങ്കര ഇന്ത്യൻ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഇത്രയും ഒരു എടുത്ത് വെച്ചിരിക്കുമല്ലേ, എല്ലാവരും തിയേറ്ററിൽ കാണണം. അടിപൊളി. കൊള്ളാം, നന്നായിട്ടുണ്ട്.